ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിതാ നമ്മളെ മാണിക്കക്കല്ല് മുത്തുമണി സയ്യിർ ദുബായ്ക്കാരൻ ഓൻ്റെ ആഗ്രഹപ്രകാരം നമ്മളിന്ന് ഉച്ചക്കത്തെ ഭക്ഷണം മീനും കൂട്ടി കഴിക്കാൻ പോവാം. ഓൻ തന്നെ റീലും കാര്യങ്ങളും വിട്ടുവന്നിട്ടുള്ള സ്പോട്ടിൽ കണ്ടെന്ന് പോകുന്നത്. ഈ ഏരിയകളൊക്കെ കാണുമ്പോൾ കുറേ ആളുകൾക്ക് മനസ്സിലാവും ഇങ്ങോട്ടാണ് പോകുന്നത്. ഇനി അറിയാത്തവർ ഈ ബോർഡിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ചെന്തട്ടൽ ചായക്കട. ആ ചായക്കടയിൽ പോകുന്ന ഈ വഴികളൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടുത്തെ പാർക്കിംഗ് ഏരിയ ആണ് ഇതൊക്കെ. സൈഡാണെങ്കിൽ പൊലിവില് റോഡ് കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ നമ്മളെ കൂടെ പോണ ആളുകൾ പറഞ്ഞില്ലല്ലോ, നമ്മളെ നവാസ് ഉണ്ട്, ജാസ്പർ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചന്ദ്രത്തിന്റെ ചായക്കടിയിലെത്തി. ജാസ്പർ ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള റീൽ കാര്യങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ജാസ്പർ പിന്നെ ഒരു ഫുഡ് ബ്ലോഗർ ആയതുകൊണ്ട് ഓൻ്റെ അഭിപ്രായ പ്രകാരമാണ് മീന് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു മീന് ആദ്യം വെച്ചിട്ട് പോയി. ആ ചെന്നൈയിൽ എന്താണെന്നറിയാം. അങ്ങനെ ഏതായാലും പണ്ടാരെ പറഞ്ഞ പോലെ ഞാൻ ആ മീനും കൂട്ടിയിട്ടുള്ള ചോറ് പിടിച്ചു. അപ്പൊ ജാസ്പർ പറഞ്ഞ് കറിയിട്ട് വരുന്നു. ജാസ്പറിന്റെ ഓരോ അഭിപ്രായത്തില് പഴയ പോലെ എന്താ പറയാ, സർവീസ് കുറച്ച് സ്ലോ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഓന്റെ ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ച് മീൻ ഐക്കോറ പൗതിയായപ്പോഴാണ്, കാവൂല് പൗതിയായപ്പോഴാണ് സൈഡ് വന്ന് തലയിൽ വന്നു. അങ്ങനെ 2 ഐക്കോറ എടുത്തിരുന്നു. അതിലൊരു പീസ് ഞാനും കണ്ടെടുത്തു. ഏതായാലും ഭക്ഷണം കഴിക്കൽ പൗതിയായി. അത്യാവശ്യം കുഴപ്പമില്ല ചോറ് കാര്യങ്ങളൊക്കെ. അങ്ങനെ ചന്ദ്രേട്ടനോട് ചോദിച്ച് ഞങ്ങൾ എന്ത് ചെയ്ത് മീൻ ചൂടുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയി നോക്കി. അങ്ങനെ മീൻ ചൂടുന്നത് നമ്മൾ ലൈവായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് പോന്നപ്പോൾ നമുക്ക് പറഞ്ഞു ഞാൻ ഫ്രഷ് വെക്കുന്നുണ്ട്, വേണമെങ്കിൽ വീഡിയോ എടുത്തോളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്ന ഇടയിൽ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇവിടെ പൈസ ആര് കൊടുക്കുന്നുള്ളതിന് തല്ലാണ്ട്. ഏതായാലും ഒന്നും നോക്കിയില്ല, ഞാൻ തന്നെ വീശി. ലാസ്റ്റ് ഒക്കെ ഭക്ഷണം കഴിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ തിരിച്ചു പോകാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ നമ്മളെ ഫുഡ് ബ്ലോഗറായ ജാസ്പറിൻ്റെ അഭിപ്രായം പഴയ ഒരു വൈബില്ല, ഇനി അഭിപ്രായത്തോട് വ്യത്യാസമുള്ളവരൊന്ന് പോയി കഴിച്ചു നോക്കി എന്നും പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പുതിയ നാഷണൽ ഹൈവേ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് നവാസ് പറഞ്ഞത് എനിക്ക് ദാഹിക്കുന്നുണ്ട്, ഒരു ജ്യൂസ് കുടിക്കാൻ ഇവിടെ നിർത്തി. അങ്ങനെ ഏകദേശം കൊണ്ടിട്ട് എത്തുന്ന സമയത്ത് ഒരു ബഷീർ കൂർബാറുണ്ട്, അവിടെ നിർത്തി എല്ലാവരും ഓരോ ജ്യൂസും കഴിച്ചു. അങ്ങനെ കുറച്ച് തമാശകളൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഏതായാലും പിരിഞ്ഞുപോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ.